ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ തുർക്കിയുടെ രണ്ടാം ഭാഗത്തിലെ വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹെറോപോളിസിലെ പമുക്കലെ എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്റാലിയ എന്നും ഏകദേശം 3 മണിക്കൂറോളം വ്യത്യാസമാണ് ഇതിൽ വരുന്നത്. നല്ല സൂപ്പർ പ്ലേസ് ആണ്. ഇവിടെയാണ് ശരിക്കും ഒരുപാട് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഉള്ള ഒരു തുർക്കിയുടെ ഒരു ഭാഗം തന്നെയാണത്. തുർക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ആദ്യം മൂടിയെത്തുന്നത് ഇസ്താൻബുൾ ആണ്. ഇസ്താൻബുൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്തൊരു പ്ലേസ് ആണ് ശരിക്കും ഒരു തുർക്കി യാത്രയിൽ. അപ്പൊ ഞാനിവിടെ എത്തിയിരിക്കുന്നത് 2 നല്ല ബസാറിലാണ്. ഗ്രാൻഡ് ബസാർ ആൻഡ് അർഷ ബസാർ. ഒരുപാട് ഇയേഴ്സിന്റെ ഓൾഡ് ആയിട്ടുള്ള ബസാർ തന്നെയാണ് ഗ്രാൻഡ് ബസാർ. അപ്പൊ ധാരാളം ഐറ്റംസ് ഇവിടെ നമുക്ക് ബൈ ചെയ്യാനും കാണാനായിട്ടൊക്കെ തന്നെയുണ്ട്. ഞാൻ അടുത്തതായിട്ട് എത്തിയിരിക്കുന്നത് ബ്ലൂ മോസ്കിലാണ്. സുൽത്താൻ അഹമ്മദ് മോസ്കും എന്നതിന് അറിയപ്പെടാറുണ്ട്. വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമൻ ആർക്കിടെക്ചറിന്റെ ഒരു നല്ലൊരു അവരുടെ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ ബ്ലൂ മോസ്ക് എന്ന് പറയുന്നത്. ധാരാളം ആൾക്കാർ എപ്പോഴും വിസിറ്റ് ചെയ്യുന്ന ഒരു മോസ്ക് ആണ്. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാനും ഇരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് എയർ സർക്കുലേഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഏകദേശം 260ഓളം വിൻഡോസ് എല്ലാം എയർ കിട്ടാനായിട്ട് നമുക്ക് വായു കിട്ടാവുന്ന രീതിയിലാണ് ഈ മോസ്ക് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റും 6 നല്ല സുന്ദരമുള്ള മിനററ്റ് വെച്ചിട്ടാണ് ഈ മോസ്ക് ഉള്ളത്. വലിയൊരു ഹിസ്റ്റോറിക് പ്ലേസ് തന്നെയുണ്ട്. ഈ ഒരു സൈറ്റോട് കൂടി എന്റെ ഇന്നത്തെ ഡേ അവസാനിക്കുകയാണ്. ഞാൻ എന്റെ സൺസെറ്റ് എല്ലാം കാണാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ഈ ടോപ്പ് കാപ്പി പാലസിലാണ്. ഇത് വളരെ നല്ലൊരു സ്ട്രക്ചർ ആയിട്ടുള്ള ഓട്ടോമൻ സ്ട്രക്ചറിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള അവരൊരു പാലസ് ആണ്. ഏകദേശം 400-ലധികം വർഷത്തോളം 30ഓളം ഓട്ടോമൻ കിങ്സ് എല്ലാം തന്നെ ഇവിടെ നിന്നിട്ടാണ് വേൾഡിലുള്ള അവരുടെ വലിയൊരു എംപയർ തന്നെ അവർ ഇവിടെ നിന്നിട്ടാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് ജനങ്ങൾക്ക് പബ്ലിക്കായിട്ട് ഒരു മ്യൂസിയം മാതിരി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു പാലസാണ്. പക്ഷെ കാണാൻ ധാരാളം ഉണ്ട്. നിറയെ കോട്ടിയാടും എല്ലാം ഉള്ള രീതിയിലാണ് ഈ പാലസ്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ കോട്ടിയാടും ഓരോ ഗേറ്റുകൾ വെച്ചത് സെഗ്രിഗേറ്റ് ചെയ്ത് ഡിഫറെന്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ധാരാളമായിട്ട് ഇവിടെ കാണാനായിട്ടുള്ള ഒരുപാട് സ്ട്രക്ചർ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനും എല്ലാം തന്നെ. തുർക്കി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഒരിക്കലും ഇസ്താൻബുളിൽ ടോപ്പ് കാപ്പി പാലസ് മിസ് ചെയ്യാത്ത ഒരു സ്പോട്ടാക്കി നിങ്ങൾ മാറ്റുക നിങ്ങളുടെ ട്രാവൽ ഐറ്റിനറിയിൽ. താങ്ക് യു ഗൈസ്.